10 നാളായിട്ട് ആശുപത്രിയിലാണ്. ത്രോട്ട് പെയിൻ. എൻ്റെ ഇവിടെ സ്കിന്നെല്ലാം വല്ലാതെ അലുത്തുപോയി. ഞാനത് തൊണ്ടവേദന വന്ന സമയത്ത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനൊന്നും കൂടാതെ, ഡയറക്ഷൻ കൂടാതെ ആൻറ്റിബയോട്ടിക്, അതുപോലെ തന്നെ ആസിത്രോമൈസിൻ പോലുള്ള പെയിൻ കില്ലർ ആവശ്യത്തിലേറെ കഴിച്ചു. അതിപ്പോൾ വലിയൊരു പാഠമായി അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് ആഹാരം ഇറക്കാൻ പറ്റാണ്ടായി, തുപ്പാൻ പറ്റാണ്ടായി, തുപ്പലിറക്കാൻ പറ്റാണ്ടായി, ശരിക്കും ത്രോട്ടങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ച പോലെ. അപ്പോൾ പിന്നെ ആശുപത്രിക്ക് ഓടി വരേണ്ടി വന്നല്ലോ. ഇവിടെ വന്നപ്പോൾ പിന്നെ അതൊരു ടോട്ടൽ ചെക്കപ്പ് നടത്താനായി. അല്ലാതെ ഇപ്പോൾ ഈ വന്ന അസുഖത്തിന് മാത്രമുള്ളൊരു ട്രീറ്റ്മെൻ്റ് അല്ല, ഒരു ടോട്ടൽ ചെക്കപ്പ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാ വർഷവും ഒരു ടോട്ടൽ ചെക്കപ്പ് അത്യന്താപേക്ഷിതം. അത് നല്ല കാര്യമാണെന്നാണ് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും പരായികളുണ്ടെങ്കിൽ അതും അറിയാൻ പറ്റുമല്ലോ, ബ്ലോക്കോ മറ്റു വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ പല ഇതുകളും മറ്റേ ഈ കൾച്ചർ ചെയ്യാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടി ഡീറ്റെയിൽ അറിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പേരിൽ ഒരു ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ അങ്ങനെയാകാം, മെഡിസിൻ വേണമെങ്കിൽ അങ്ങനെയാകാം. അതേ പിന്നെ ഇപ്പോൾ 2-3-4 ദിവസത്തിനുള്ളിൽ ബാക്ക് ടു ദ പവലിയൻ, വീണ്ടും നമ്മളുടെ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു പോകണം. ഒരുപാട് കാര്യങ്ങൾ പുറത്തിങ്ങനെ നടക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ വൈഫൈ ഇല്ല, അതുപോലെ അഡിക്കേറ്റായിട്ടുള്ള ലൈറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. ആയതുകൊണ്ട് തന്നെ പരിമിതികളുള്ള കാരണം കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പ്രതികരിക്കാത്തത്. എല്ലാം ഇവിടെ ശുഭമായിട്ട് പോകുന്നു, സന്തോഷമായിട്ട് പോകണു, സൗകര്യമായിട്ട് പോകണു. വീട്ടിലെ സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്, ആഹാരവും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രൈവറ്റ് റൂമുണ്ട്. അപ്പം അങ്ങനെ അലട്ടുമില്ല. അയ്യോ ആശുപത്രിയിലല്ല ഇനി എപ്പോഴാണ് ഡിസ്ചാർജ് ആവാൻ പോകണേ എന്നുള്ള ആ ഒരു പരാതിയൊന്നുമില്ല. ഇതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിപ്പോൾ ഒരു അസുഖം വന്നപ്പോൾ ഞാൻ വന്നതാണ്. അല്ലാതെ തന്നെ ഇവിടെ വരുന്നത്, വല്ലപ്പോഴും വരുന്നത്, ഒരു ചെക്കപ്പിന് വരുന്നപ്പോഴും നല്ലതാണ് എല്ലാവർക്കും. പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ അഡ്വൈസബിൾ ആയിട്ടൊരു കാര്യമാണത്. അങ്ങനെ വേറെ വിശേഷമൊന്നുമില്ല. നമസ്കാരം.